അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 റക്അത്തുള്ള നമസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്ത് ഇഫ്തിറാഷായിട്ടാണോ തവറുക്കായിട്ടാണോ ഇരിക്കേണ്ടത്? ഒന്നുകൂടി പറഞ്ഞാൽ, ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തവും രണ്ടാമത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തവും, ഇതിലേതാണ് ഇരിക്കേണ്ടത്? 2 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് ഇഫ്തിറാഷായിട്ടിരിക്കണമെന്ന്. അപ്പോൾ 2 റക്അത്തുള്ള നമസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തിൽ 2 റക്അത്ത് മാത്രമേ ഉള്ളൂ, അവസാനത്തെ അത്തഹിയാത്താണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ അത്തഹിയാത്തായിട്ട് വരും, അവിടെ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കുക, ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരിക്കുക. ഇനി ലുഹർ, അസ്ർ, മഗ്രിബ്, ഇഷ നമസ്കാരങ്ങളിൽ ആദ്യത്തേതിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം, രണ്ടാമത്തേതിൽ തവറുക്കിന്റെ ഇരുത്തം. എന്നാൽ സുബഹി ആകുമ്പോൾ നമുക്ക് ഒരു അത്തഹിയാത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇഫ്തിറാഷിന്റെ ഇരുത്തം, ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. സുന്നത്ത് നമസ്കാരങ്ങളും ഇങ്ങനെ തന്നെയാണ്, 2 റക്അത്താണ് ഉള്ളത്, അപ്പൊ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് നോക്കാം. ഫൈദ ജലസ ഫി റക്അത്തൈനി ജലസ അലാ റിജ്ലിഹിൽ യുസ്റ. രണ്ടാമത്തെ റക്അത്തിന്റെ അത്തഹിയാത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടത്തെ കാലിന്റെ മേൽ ഇരിക്കുകയും വനസബൽ യുംന, വലത്തെ കാൽപാദം നാട്ടിവെക്കുകയും ചെയ്തു എന്നാണ്. വൈദ ജലസ ഫി റക്അത്തിൽ ആഖിറ, അവസാനത്തെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഖദ്ദമ റിജ്ലഹുൽ യുസ്റ വനസബൽ ഉഖ്റ വഖഅദ അലാ മഖഅദിഹി. ഖദ്ദമ റിജ്ലഹുൽ യുസ്റ, ഇടത്തെ കാല് മുന്നോട്ട് കൊണ്ടുവരികയും വനസബൽ ഉഖ്റ, വലത്തെ കാല് നാട്ടിവെക്കുകയും വഖഅദ അലാ മഖഅദതിഹി, എന്നിട്ട് പൃഷ്ഠഭാഗം നിലത്താക്കിയിരിക്കുകയും ചെയ്യുന്ന ഇരുത്തം. അതാണ് ഇഫ്തിറാഷ്, തവറുക്ക് എന്നീ 2 ഇരുത്തങ്ങളെ കുറിച്ചുള്ള ഹദീസിലെ പരാമർശം. ഇത് കേൾക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പം വരേണ്ടതില്ല. ഒന്നാമത്തെ തശഹുദിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം, ഇഫ്തിറാഷിന്റെ ഇരുത്തം. രണ്ടാമത്തെ തശഹുദ് ഉണ്ടെങ്കിൽ, ഇപ്പൊ മഗ്രിബ്, ഇഷ, അതുപോലെ തന്നെ ളുഹർ, അസ്ർ, അവിടെ തവറുക്കിന്റെ ഇരുത്തം ഇതാണ് അവിടെയുള്ളത്. അപ്പോൾ ആ ഇരുത്തത്തിന്റെ രൂപം മനസ്സിലാക്കേണ്ടത്, ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വലത്തെ കാല് നാട്ടിവെച്ച് ഇടത്തെ കാലിന്റെ മേൽ ഇരിക്കുക എന്നുള്ളതാണ്. തവറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വലത്തെ കാല് നാട്ടിവെച്ചിട്ട് നമ്മുടെ കാലിന്റെ മേൽ, ഇടത്തെ കാലിന്റെ മേൽ ഇരിക്കാതെ ഇടത്തെ കാല് ഉള്ളിലേക്കാക്കി, എന്നിട്ട് നമ്മുടെ പൃഷ്ഠഭാഗം നിലത്ത് വെച്ചിരിക്കുന്ന ഇരുത്തമാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.